ഇമാമത്തിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ഒരാൾ ഇമാമ് നിൽക്കുന്നതിന്റെ ഷർത്തുകൾ എന്താണ്? അപ്പോ ആർക്ക് ഇമാമ് നിൽക്കാൻ പറ്റും, ആർക്ക് പറ്റില്ല? അതിന് ഉത്തരം വളരെ എളുപ്പമാണ്. കുല്ലു മുഅ്മിനിൻ മുഖല്ലഫിൻ മുമയ്യസ് ബാലിഗൻ, അല്ലെ, പ്രായപൂർത്തിയായ മുസ്ലിമായ ആർക്കും ഇമാമ് നിൽക്കാം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമായ ആർക്കും ഇമാമ് നിൽക്കാം. പക്ഷേ മഅ്മൂമിനെ സംബന്ധിച്ചാണ് പ്രശ്നം. ആർക്ക് ഇമാം നിൽക്കാം, പക്ഷെ അയാളുടെ പിന്നാലെ എനിക്ക് തുടരാൻ പറ്റുമോ ഇല്ലേ, അവിടെയാണ് നമ്മൾ പ്രശ്നം ഉണ്ടാവുക. ഉലമാ പറയുന്നത് രണ്ട് അഭിപ്രായമാണ്. അഭിപ്രായ വ്യത്യാസമുള്ളത് രണ്ട് മദ്ഹബിന്റെ പ്രശ്നം. അതായത് ഹനഫി മദ്ഹബിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതൽ നിർബന്ധമില്ല ഇമാമുമാർക്ക്, മഅ്മൂമിനുമില്ല. പക്ഷെ ശാഫിഈ മദ്ഹബിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതൽ നിർബന്ധമാണ്. അപ്പൊ പ്രശ്നം, ഇമാം ഹനഫിയാണ്, മഅ്മൂമ് ശാഫിഈയാണ്. അപ്പൊ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഖൗലാനി, രണ്ട് അഭിപ്രായം ഉലമാഇനുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? ജായിസുമാണ്, ജായിസല്ല, പറ്റും പറ്റില്ല, രണ്ട് അഭിപ്രായം, രണ്ടും ഈക്വൽ അഭിപ്രായങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഗൾഫിലൊക്കെ സാഹചര്യങ്ങളിൽ തുടരുന്നതിന്റെ വിരോധമില്ല. കാരണം നമുക്ക് ആളുകളുടെ മദ്ഹബ് നോക്കി നടക്കാൻ കഴിയില്ല. ഇവിടെ ഇമാമുമാർ പല മദ്ഹബുകാരാണ്. മദ്ഹബിന്റെ വിഷയം ഇമാമുമാർ ഗൗനിക്കേണ്ടവരാണ്. ബാക്കിൽ ശാഫിഈ മദ്ഹബുകാർ തുടരുന്നുണ്ടെങ്കിൽ ഇമാമു മെല്ലെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം. അത് പഠിച്ച ഇമാമുമാർ ചെയ്യും, അത് അവര് ചെയ്യേണ്ടതാണ്. അതിന്റെ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഫയതഹമലുൽ ഇമാം, അത് ഇമാം ഏറ്റെടുക്കുന്നതാണ്. മഅ്മൂമിന് പ്രശ്നമില്ല, തുടരുന്നതിന് ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. പിന്നെ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണെന്ന് ഉറപ്പായി. മഅ്മൂമിന്റെ നിസ്കാരം ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം ബാത്തിലാകുന്ന എന്തോ ഒരു പണി ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാണ്. അങ്ങനത്തെ ആൾ ഇമാമിനെ തുടരാൻ പറ്റില്ല, അത് അയാൾക്ക് പറ്റില്ല. ആ ഇമാമ് ഫാസിഖാണ്, തെമ്മാടിയാണ്, കള്ളുകുടിയനാണ്, തോന്നിവാസം ചെയ്യുന്ന ആളാണ് എന്ന് ഉറപ്പാണ് നമുക്ക്, ഫിഖ്ഹുണ്ട്, ആ ഇമാമിനെ തുടരാതിരിക്കലാണ് ഉത്തമം. വേറെ ഒരു ഇമാമിനെ കിട്ടാൻ ഇടമുണ്ടെങ്കിൽ ഇയാൾ അങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മുടെ പ്രശ്നം അതല്ല. പള്ളിയിലേക്ക് കയറി ചെല്ലുന്നു, അപ്പൊ നല്ല ചെറുപ്പക്കാർ, ചിലപ്പോൾ നല്ല ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിരിക്കുന്ന ആളുകൾ, നല്ല 1-ാം നമ്പർ ഹാഫിലിങ്ങുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നുണ്ട് കന്തൂർ തൊപ്പിട്ട് തന്നെ മൂല്യന്മാർ, അങ്ങനെ നല്ല പണ്ഡിതന്മാരുണ്ട്. അവർ ചിലപ്പോൾ ഷോപ്പിൽ, മൊബൈൽ ഷോപ്പിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുക. അവർക്ക് ഹദീസും ഖുർആനും ബൈലാവിയും തഫ്സീറും ബുഖാരി മുസ്ലിം ഒക്കെ ഓതിയിട്ടുള്ള വലിയ പണ്ഡിതന്മാരുണ്ടാവും. ചേലും കോലത്തിലൊന്നും ആയിക്കൊള്ളുന്നില്ല, കാണുന്നില്ല. ഇമാമക്കും എന്തൊരു മനോഹരമായി ഓതുന്ന അറബികൾ കാണും. അപ്പോ അവരിപ്പോ ഏതാണ്, ഇവന്റെ കോലം എന്താ, ഇവന്റെ ജാതി എന്താ, ഇതൊന്നും നമ്മൾ ചിന്തിച്ച് ബേജാറാവരുത്. എല്ലാ ദുന്നൂബിൽ മുഅ്മിനീന ഖൈറ, ഇവൻ എന്നെക്കാളും ഖൈറാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മളെക്കാളും അവന്റെ നിസ്കാരത്തിന് കുഴപ്പമുണ്ട്, അവന്റെ നിസ്കാരം ബാത്തിലാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്, എന്നാൽ അവനെ തുടരാൻ പറ്റില്ല. ഇല്ലേ, നമുക്ക് തുടരാനാണ് ഉത്തമം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ ഇടക്കൊരു കാര്യം കൂടെ പറയാം. നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഇടയ്ക്ക് ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെടാൻ നിസ്കരിക്കുന്ന നമ്മൾ ഇമാമുമായി പിരിയണം. ആ പിരിയണം എന്ന് പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ശാഫിഈ മദ്ഹബിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 1-ാമത്തെ അത്തഹിയ്യാത്ത് ഓതാതെ ഇമാം എഴുന്നേൽക്കുകയാണ്. 1-ാമത്തെ അത്തഹിയ്യാത്ത് ഓതാതെ 4 റക്അത്ത് ഇശാ നിസ്കാരത്തിന് 1-ാമത്തെ അത്തഹിയ്യാത്ത് അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട അത്തഹിയ്യാത്ത് ഓതാതെ ഇമാം എഴുന്നേൽക്കുകയാണ്. സുന്നത്താണ്. അത് നഷ്ടപ്പെട്ടാൽ, മറന്നുപോയാൽ സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഇമാം എഴുന്നേറ്റു, ബേക്ക് നോറ്റം പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞാൽ ഇമാം ഇനി താഴേക്ക് പോകരുത്, ഇമാം 3-ാമത്തെ റക്അത്തിൽ തുടരുന്നേ വേണ്ടത്. പക്ഷെ ഇമാമിന് മനസ്സിലായില്ല, പഠിച്ചോനെ ഞാൻ അത്തഹിയ്യാത്ത് ഓതിയില്ല, ഒരു മസാലൊന്നും പഠിച്ചിട്ടില്ല, നേരെ അങ്ങോട്ട് പോയി റുക്കൂഇൽ നിന്ന് നേരെ സുജൂദിലേക്ക്, അത്തഹിയ്യാത്തിലേക്ക് മടങ്ങി, ഖിയാമിൽ നിന്ന് അത്തഹിയ്യാത്തിലേക്ക് തിരിച്ചുപോയി. നിസ്കാരം ബാത്തിലായോ? നിസ്കാരം ബാത്തിലാണ്. അത് ബാത്തിലായാൽ തന്നെ, ഞാൻ പറയൊരു ഹിക്മത്താ പറഞ്ഞിരുന്നത്, മസലയല്ല പറഞ്ഞത്. ഇമാമുമായി നമ്മൾ പിരിയണം. അപ്പൊ തന്നെ ഞാൻ ഇമാമുമായി പിരിഞ്ഞു എന്ന് നിയ്യത്ത് ചെയ്ത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന പോലെയാണ് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്. പക്ഷേ നമ്മൾ വേറിട്ട് നിൽക്കുകയാണ് എന്ന് കൂടെയുള്ള ആളുകളെ തോന്നിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ മാറി നിൽക്കുന്ന ഇമാമ് സുജൂദ് പോകുമ്പോൾ നമ്മൾ കൽപ്പിച്ചൂട്ടി അവിടെ ഇരിക്കുന്ന ഖിയാമിൽ തന്നെ, ഇമാമ് 2-ാം സുജൂദിലേക്ക് എത്തിയിട്ട് നമ്മൾ റുക്കൂഇൽ തന്നെ നിൽക്കുക, ഞാൻ ഇയാളുടെ ഒപ്പമല്ല, ഇത് വിളിച്ചറിയിക്കരുത്. അത് ആ നിസ്കാരത്തിന്റെ ഒരു അദബിനെ ബാധിക്കുമെന്നാണ്. അത് നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഫാത്തിഹയും സൂറത്തൊക്കെ ചുരുക്കിയിട്ട് ഇമാമിന്റെ ഒപ്പം കൂടുന്ന പോലെ തന്നെ നമ്മൾ നിസ്കരിച്ചിട്ട്, പക്ഷേ നമ്മൾ ഒറ്റക്കാണ്, നിയ്യത്ത് കൊണ്ട് മുഫാറഖ ചെയ്തിട്ടുണ്ട്, ഇമാമുമായി പിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ വരും.
ഇപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ അത് വരും. പെരുന്നാൾ നിസ്കാരത്തിന്റെ ആദ്യത്തെ തക്ബീറത്തിൽ 7 തക്ബീർ ചൊല്ലാൻ ഇമാം മറന്നു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ റക്അത്തിൽ അധികം മറക്കുക. ഒന്നാമത്തെ റക്അത്തിൽ അങ്ങനെ, രണ്ടാമത്തെ റക്അത്തിൽ ഇമാമാർ 5 തക്ബീർ ചൊല്ലാൻ മറക്കും. ചിലർ ബാക്കിൽ നിന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അത് പറയേണ്ട ആവശ്യമില്ല, സുന്നത്താണ്. ഇമാം അങ്ങാനും ഫാത്തിഹ തുടങ്ങി പിന്നെ സുബ്ഹാനല്ലാഹ് കേട്ടു അല്ലാഹു അക്ബറിലേക്ക് തിരിച്ചു വന്നാൽ നിസ്കാരം ബാത്തിലായി. കാരണം ഒരു ഫർളിൽ നിന്ന് സുന്നത്തിലേക്ക് തിരിച്ചു വന്നാൽ നിസ്കാരം ബാത്തിലാവും. ഇങ്ങനത്തെ വിഷയങ്ങളിൽ നമ്മൾ ഇമാമുമായി ഞാൻ പിരിഞ്ഞു എന്ന മനസ്സിൽ നിയ്യത്ത് ചെയ്താൽ മതി. ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. നിര്യാണിക്ക് താഴെ ഡ്രസ്സ് താഴ്ത്തിയിട്ട ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത് അന്തരം മൻ അസ്ബല ഇസാറ, ഈ ഇസാർ താഴ്ത്തിയിടുന്ന ആളുകളുടെ നിസ്കാരം അല്ലാഹു ഖബൂൽ ചെയ്യൂല. അപ്പോ നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കൂല. പക്ഷേ ഉള്ളിലേക്ക് ആലോചിച്ചാൽ അല്ലാഹു തആല അത് സ്വീകരിക്കാൻ പ്രയാസമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വിട്ടു നിൽക്കാം, അത്രയും ഇമാമിൽ നിന്ന് മാറി നിൽക്കാം, കുഴപ്പമില്ല. പക്ഷേ നിസ്കാരം തുടർന്നുകൂടെ അവരുടെ കൂടെ തുടർന്ന നിസ്കാരം നമ്മളുടെ ബാത്തിലാകും. അങ്ങനെയില്ല. സൗകര്യപ്പെട്ടു ഇയാളെക്കാട്ടും നെരിയാണിക്കും മീതെ ഡ്രസ് എടുക്കുന്ന ഒരു ഇമാമിനെ കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് കാത്തിരിക്കാം. നമ്മുടെ നിയ്യത്തിൽ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണോ അത്തരം ഇമാമിങ്ങളെ തുടരാൻ പറ്റില്ല. പക്ഷെ മൊത്തത്തിൽ ഒരാളെ അറിയാത്ത ഒരാളെ കണ്ടാൽ ഇയാൾ എന്നെക്കാളൊക്കെ ഖൈറാണെന്ന് വിചാരിച്ച് അയാളുടെ കൂടെ കൂടിക്കോളൂ, കുഴപ്പമില്ല. തലയിലൊന്നും തൊപ്പിയൊന്നും ഇട്ടില്ല എന്ന് വിചാരിക്കാം, കുഴപ്പമില്ല. നിസ്കാരം സഹീഹാണ്. പക്ഷെ ജമാഅത്ത് കിട്ടുമല്ലോ, വേറെ ജമാഅത്തൊന്നും കിട്ടാൻ ഇടമില്ല. എന്നാ പിന്നെ തുടരുന്നേ. ഷോപ്പിംഗ് സെന്ററിൽ ഉണ്ടാകുന്ന നിസ്കാര റൂമിൽ വലിയ ശുദ്ധിലപ്പോൾ പ്രവേശിക്കാൻ പറ്റുമോ? അത് മുസല്ലയാണെങ്കിൽ, നിസ്കാര റൂമാണെങ്കിൽ കുഴപ്പമില്ല, വലിയ ശുദ്ധി ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ പള്ളിയിൽ പറ്റൂല. മുബത്തദി എന്നായിരിക്കും അല്ലെ, സലാം ചൊല്ലാൻ പാടില്ല എന്ന്. ആരാണ് മുബത്തദി? സലാമിന്റെ വിഷയത്തിൽ നമ്മുടെ ഉലമാ പറഞ്ഞ കർക്കശമായൊരു നിലപാടാണ്. ദീനിൽ പുതിയത് ഉണ്ടാക്കുന്ന ആളുകൾ, ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം, സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ആശയം, നമ്മൾ തുടർന്നു കൊണ്ടുപോരുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് ഒരു വിരുദ്ധ ചേരി സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന മുബ്തദിഇകൾ, അത്തരം ആളുകളോട് സലാം ചൊല്ലരുതെന്ന് ഉലമാ പറഞ്ഞു. അതിന്റെ അർത്ഥം മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദിമിൽ ഇസ്ലാം എന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറഞ്ഞ് ഒരു മനുഷ്യനെ, ഒരു ബിദ്അത്തിന്റെ ആളെ ഒരാൾ ബഹുമാനിച്ചാൽ, ബിദ്അത്തിന്റെ ആളെ ഒരാൾ ബഹുമാനിച്ചു, ഫഖദ് ആന അലാ ഹദിമിൽ ഇസ്ലാം, ഇസ്ലാം പൊളിക്കാൻ അയാളെ സഹായിച്ചു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മുബ്തദിഇകൾ, അഹ്ലുസുന്നത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ള ആളുകൾ അവരോട് സലാം പറയരുത് അല്ലെങ്കിൽ സലാം അടക്കരുത് എന്നൊക്കെ ഉള്ള ആശയം ഉലമാ പറയാനുണ്ടായ കാരണം, ആ സലാമിലൂടെ ഒരു ബഹുമാനം, ഇയാൾ കാര്യപ്പെട്ട ആളാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വളരെ സന്തോഷമാണ്, നിങ്ങൾ എങ്ങനെയൊക്കെ പുതിയ അഭിപ്രായങ്ങൾ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ആ രീതിയിൽ ആ മനുഷ്യനോടുള്ള ഒരു ബഹുമാനം അതിൽ വന്നു പോകുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഉലമാ അത് പാടില്ല എന്ന് പറയാൻ കാരണം. അതിനെ സംബന്ധിച്ച് ഉലമാ വളരെ വിശദമായിട്ട് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അവരോടുള്ള നമ്മുടെ മാനസികമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അവർ മാറി വരണം, അവർ ചിന്തിച്ചു തുടങ്ങണം, അവരെ സംബന്ധിച്ചൊന്ന് ആലോചിക്കട്ടെ, തെറ്റുകൾ തിരുത്തട്ടെ, അതിനൊരു അവസരം കൊടുക്കാനാണ് അങ്ങനെ ചെയ്യണം എന്ന് ഉലമാ പറഞ്ഞിട്ടുള്ളത്. അമുസ്ലിം സലാം ചൊല്ലിയാൽ എന്താണ് മറുപടി? വഅലൈക്കും എന്ന് പറഞ്ഞാൽ മതി. വഅലൈക്കും, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയും, വഅലൈക്കും നിങ്ങൾക്കും എന്ന് പറഞ്ഞു നിർത്തുക. അവിടെ വഅലൈക്കുമുസ്സലാം എന്ന മുസ്ലിമിനോട് പറയരുത്. വഅലൈക്കും സലാം എന്നൊക്കെ പറഞ്ഞ് അസ്സലാം എന്ന് പറയാതെ, ചില അമുസ്ലിമീങ്ങൾക്ക് മസ്അല അറിയുന്ന അമുസ്ലിമീങ്ങൾ ഉണ്ടാവും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇവനോട് പറയാൻ പോണത് വഅലൈക്കും ആണ്. ഇവൻ ഏതാണ്? ഇവൻ എക്സ്ട്രീമിസ്റ്റ് ആണോ അല്ല ഇവൻ ഒരു മോഡറേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കും. അങ്ങനത്തെ കാക്ക് തിരിയാത്ത കോലത്ത് പറയണം വഅലൈക്കും സലാം, അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം, വഅലൈക്കുമുസ്സലാം. അസ്സലാം എന്നില്ല, അൽ സലാം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ രക്ഷ എന്നാണ്. വഅലൈക്കും സലാം അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ വഅലൈക്കും എന്ന് പറഞ്ഞു നിർത്തുക. വഅലൈക്കും എന്ന് പറഞ്ഞ കുഴപ്പക്കാരനാണെങ്കിൽ വഅലൈക്കും സലാം, ഓനിപ്പോ അലിഫ്ലാം ഒന്നും നോക്കൂല എന്ന് പറഞ്ഞു വിട്ടാൽ മതി. ഇത് അൽ ദീനു ഹിക്മ, ദീൻ ഹിക്മത്താണ്. ദീനിൽ ചില വിഷയത്തിൽ ഹിക്മത്ത് വിളിക്കേണ്ടി വരും. ദുഹാനിസ്കാരത്തിന്റെ സമയം എത്ര വരെയാണ്? ദുഹാനിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തോളം ഉയർന്നത് മുതൽ എന്ന് പറഞ്ഞാൽ സൂര്യോദയം ഉദിക്കുന്നത് ഏകദേശം 6:30 അല്ലേ, 6:29, 30 സമയത്ത്. അപ്പോ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹായുടെ നിസ്കാരമായി. നിസ്കാരം തുടങ്ങി എവിടം വരെ? വീടിന്റെ ജവാലിന്റെ തൊട്ട് മുമ്പ് വരെ, ദുഹർ വാങ്ങ് കൊടുക്കുന്നതിന്റെ ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് മുമ്പ് വരെ ദുഹാ നിസ്കാരത്തിന്റെ സമയമാണ്.